ഐക്യരാഷ്ട്രസഭയ്ക്ക് പകരം വയ്ക്കാൻ സാധിക്കുന്ന സംഘത്തിന് നേതൃത്വം കൊടുക്കുകയാണ് നിലവിൽ അമേരിക്ക. ബോർഡ് ഓഫ് പീസ് എന്ന് പേരിട്ടിരിക്കുന്ന സഖ്യത്തിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു നിലവിൽ ട്രംപ്. സഖ്യത്തിലെ സ്ഥിരാംഗത്വം കിട്ടാൻ കൊടുക്കേണ്ടത് 100 കോടി രൂപയാണ്. ബോർഡിന്റെ വിശേഷങ്ങളിലേക്കാണ് ആദ്യം വേൾഡ് ഇൻ വേർഡ്സ് സഞ്ചരിക്കുന്നത്. യമനിൽ അധികാരം സ്ഥാപിക്കാനുള്ള UAEയുടെയും അധികാരം പിടിച്ചു നിർത്താനുള്ള സൗദിയുടെയും ശ്രമങ്ങളെക്കുറിച്ചും ഉഗാണ്ടൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചും മറ്റ് 2 വാർത്തകൾ. ലോക സമാധാനത്തിന് കൂടുതൽ ശക്തമായ ഒരു ഏജൻസി കൊണ്ടുവരാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾക്ക് ഒരു കരട് രൂപമായിരിക്കുന്നു. ദ ബോർഡ് ഓഫ് പീസ് എന്നാണ് സംവിധാനത്തിന്റെ പേര്. അതിന് ചട്ടങ്ങളും നിയമങ്ങളും നിബന്ധനകളും ഒക്കെയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച. ബോർഡിൽ ചേരാൻ ആദ്യ ക്ഷണം കിട്ടിയവരിൽ ഈജിപ്തും ഇന്ത്യയും പാകിസ്ഥാനും സൗദി അറേബ്യയും ഒക്കെ ഉൾപ്പെടും. പക്ഷേ ക്ഷണം സ്വീകരിച്ച ആദ്യ രാജ്യങ്ങളിൽ പെടുന്നത് മൊറോക്കോ, അൽബേനിയ, അർജന്റീന, ഹംഗറി, വിയറ്റ്നാം എന്നിവയും. ഫ്രാൻസ് ഇതുവരെ മൂളിയിട്ടില്ല. പക്ഷേ സമ്മതിച്ചില്ലെങ്കിൽ നികുതി കൂട്ടി ഫ്രാൻസിനെ താൻ കൊല്ലുമെന്ന തരത്തിലാണ് ട്രംപിന്റെ പ്രതികരണങ്ങൾ. UAE നിലവിൽ അംഗത്വം സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നു. ബോർഡിന്റെ 11 അംഗ സ്ഥാപക എക്സിക്യൂട്ടീവിൽ ആദ്യ അംഗമായി കാണുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ്. ഗസയുടെ പുനരുദ്ധാരണവും ഒരുപക്ഷെ ഏറ്റെടുക്കലുമാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പിന്നാമ്പുറ സംസാരമുണ്ട്. UN ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഏർപ്പാടാണ് ഇതെന്നും കൃത്യമായി മനസ്സിലാക്കാനാവും. ഗസയെ പുനരുദ്ധരിക്കലും സുസ്ഥിരമാക്കലും മാത്രമാവില്ല ഈ സഖ്യത്തിന്റെ പരിപാടി എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഫ്രാൻസ് മടിച്ചു നിൽക്കുന്നത്. UN സ്ഥിരാംഗമായ ഫ്രാൻസിന് ഇത് അത്ര കണ്ട് പിടിച്ച മട്ടില്ല. ഗസയിൽ ഭരിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കുക, മറ്റു രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം ശരിയാക്കുക, പുനർനിർമ്മാണങ്ങൾ നടത്തുക, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, മൂലധനം ശേഖരിക്കുക തുടങ്ങിയവയിലാണ് തുടക്കത്തിൽ ബോർഡിന്റെ ശ്രദ്ധ പതിയുക. ഇതിനായി ചില സീനിയർ ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ ഇസ്രായേലുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് എന്ന് ഫലസ്തീൻ അധികൃതർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മാർക്കോ റൂബിയോയും ഒരു ഇസ്രായേൽ അനുഭാവി തന്നെ. ഇസ്രായേലിനെതിരായി ഉയർന്നു വന്ന ബഹിഷ്കരണത്തെയും ഉപരോധത്തെയും എതിർത്ത ആളായിരുന്നു അദ്ദേഹം. ഗസ യുദ്ധം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന പക്ഷക്കാരനായിരുന്നു റൂബിയോ. ബോർഡ് ഓഫ് പീസിന്റെ ചെയർമാൻ ട്രംപ് തന്നെയായിരിക്കും. അധികാരങ്ങൾ നീണ്ടു നിവർന്നു കിടക്കുന്നു. അംഗരാജ്യങ്ങളെ തിരഞ്ഞെടുക്കാനും ഒഴിവാക്കാനും ചെയർമാനായിരിക്കും അധികാരം. അത് മറികടക്കണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണം. അംഗരാജ്യങ്ങൾ $1 ബില്യൺ ഫീസ് അടച്ചില്ലെങ്കിൽ 3 വർഷം കൊണ്ട് ബോർഡിൽ നിന്ന് പുറത്താവും. മാർക്ക് റൂബിയോക്കൊപ്പം ബോർഡിലുള്ളവരിൽ മറ്റൊന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാഡ് കുഷ്നർ. ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഗസ പദ്ധതി മിക്കപ്പോഴും കുഷ്നറുടെ വായിൽ നിന്നും പുറത്തു വന്നതായിരിക്കും. ഓരോരുത്തർക്കും $5000 നൽകി ഗസയിൽ നിന്നും ജനങ്ങളെ പുറത്താക്കി അതിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള ആശയത്തിന്റെ ആദ്യ വക്താവായിരുന്നു ഇദ്ദേഹം. സ്റ്റീവ് വിറ്റ്കോഫ് എന്ന കോടിപതി, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ, ട്രംപിന്റെ വിശ്വസ്തൻ റോബർട്ട് ഗബ്രിയേൽ എന്നിവരാണ് മറ്റ് പ്രമുഖർ. പിന്നൊരാൾ നെസ്ലെ ഇന്ത്യയുടെയും പിസാഹട്ടിന്റെയും KFCയുടെയും തലപ്പത്തുണ്ടായിരുന്ന അജയ് ബാങ്ക, അതായത് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ്. സാമ്പത്തിക കാര്യ വിദഗ്ധൻ എന്ന നിലയിലാണ് ഇദ്ദേഹം ബോർഡിൽ ഉണ്ടാവുക. നമ്മൾ പത്മശ്രീ നൽകി ആദരിച്ച ആളായതുകൊണ്ട് ഇന്ത്യക്കാർക്കും ഇക്കാര്യത്തിൽ അഭിമാനിക്കാൻ വകുപ്പുണ്ട്. അജയിനൊപ്പം പ്രവർത്തിക്കുന്ന മറ്റൊരു സാമ്പത്തിക കാര്യ വിദഗ്ധൻ അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റിന്റെ മാർക്ക് റോവനായിരിക്കും. ഇസ്രായേൽ ജൂതന്മാരുടെ അഭയകേന്ദ്രമാണ് എന്ന് വിശ്വസിക്കുന്ന സമാധാനവാദിയാണ് ഇദ്ദേഹം. ഗസ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിനായുള്ള ശ്രമങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. 1ാം ഘട്ടം പ്രഖ്യാപിച്ച ശേഷം ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതികളൊന്നും ചർച്ചയല്ലെങ്കിലും അവർ യെല്ലോ ലൈനിൽ നിന്നും പിൻവാങ്ങുന്നതിനെ കുറിച്ച് വർത്തമാനങ്ങളൊന്നുമില്ലെങ്കിലും ഗസയിലെ ആയുധധാരികളായ സംഘങ്ങളെയെല്ലാം നിരായുധീകരിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് കാര്യപ്പെട്ട ചർച്ച നടക്കുന്നുണ്ട്. വിറ്റ്കോഫ് ആണ് ഇക്കാര്യത്തിൽ നേതൃത്വം കൊടുക്കുന്നത്. ഗസയുടെ 60% കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ ചെയ്തികളെ വിമർശിക്കാനും വിറ്റ്കോഫിനായിട്ടില്ല. എന്തായാലും ബോർഡിനെ കുറിച്ച് ഇസ്രായേലിനും പ്രധാനമന്ത്രി നെതന്യാഹുവിനും അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത്. ഖത്തറിനെയും തുർക്കിയെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള പദ്ധതി ശരിയല്ല എന്നാണ് നെതന്യാഹുവിന്റെ അഭിപ്രായം. ഗസ പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി ഖത്തറിന്റെയും തുർക്കിയുടെയും പട്ടാളം ഗസയിൽ എത്തുമോ എന്ന് ഇസ്രായേൽ പേടിക്കുന്നുണ്ട്. യമനിൽ UAEയുടെ നേതൃത്വത്തിൽ രഹസ്യ ജയിലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആരോപണം. കിഴക്കൻ യമനി പ്രദേശമായ ഹദറമൗത്തിലെ ഗവർണർ സലീം അൽ ഖൻബാഷിയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പ്രദേശത്ത് നടക്കുന്ന കാണാതാവലുകളുടെയും പീഡനങ്ങളുടെയും ഉത്തരവാദിത്തം ഇദ്ദേഹം UAEക്ക് മേലാണ് ചാർത്തുന്നത്.
തങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ എല്ലാം രേഖകളുണ്ട് എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇതിനു പുറമെ വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കളും UAE ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നും ഇദ്ദേഹം പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തി. ഇവ ഒരു രാഷ്ട്രത്തിന്റെ ആവശ്യത്തിനുള്ള തരത്തിലുള്ള വസ്തുക്കളല്ലെന്നും ആളുകളെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച് ഉപയോഗിക്കുന്നവയാണെന്നും ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട്. യമനിലെ വിമത വിഭാഗമായ സദേൺ ട്രാൻസിഷണൽ കൗൺസിലിനെ സഹായിക്കാനാണ് UAE ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നാണ് യമന്റെ ആരോപണം. യമൻ സർക്കാരിന് കൂടെയുള്ള സൗദിയും പ്രശ്നത്തിൽ ഇടപെട്ടതോടെ ഇത് മറ്റൊരു തർക്കത്തിലേക്ക് നീങ്ങുകയാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ സൗദി നാവികാക്രമണം നടത്തിയെന്നും UAEയുടെ കപ്പലിന് നേരെ ബോംബ് വർഷിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉഗാണ്ടയിൽ 7ാം തവണയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട് 81-കാരനായ യുവേറി മുസേവനി. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷമുണ്ടായ ഏറ്റവും വലിയ മാറ്റം ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിച്ചു എന്നതാണ്. പക്ഷേ സോഷ്യൽ മീഡിയ നിരോധനം ഇപ്പോഴും തുടരുകയാണ്. തെറ്റായ വിവരങ്ങൾ പരക്കാതിരിക്കാനും തെരഞ്ഞെടുപ്പ് തട്ടിപ്പുകൾ നടക്കാതിരിക്കാനുമാണ് ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചത് എന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കാനാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. തെരഞ്ഞെടുപ്പിൽ പട്ടാളം ഇടപെട്ടു എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ഫലപ്രഖ്യാപനത്തോടനുബന്ധിച്ച് വൻ അക്രമങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ ബോബ് വൈൻ നിലവിൽ ഒളിവിലാണ്. പട്ടാളമാവട്ടെ അദ്ദേഹത്തെ തിരഞ്ഞു നടപ്പുമാണ്. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം വൈൻ കുറെ കാലം വീട്ടു തടങ്കലിലായിരുന്നു. 2031 പുതിയ പ്രസിഡന്റിന്റെ കാലാവധി അവസാനിക്കുക. അപ്പോഴേക്കും തൻ്റെ മകനെ വാഴിക്കാനുള്ള ശ്രമങ്ങളും ഇദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. നന്ദി.